പ്രിയമുള്ളവരെ, ഈ നൊവേനയുടെ ആദ്യ ദിവസം മുതൽ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിലൂടെ ചെറുതായിട്ട് നമ്മളൊന്ന് കടന്നു പോകുകയാണ്. കൺഫെഷൻസ് എന്ന ആത്മകഥയാണ്, കുംഭസാരമെന്ന പുസ്തകമാണ് വിശുദ്ധ അഗസ്തീനോസ് എന്ന മനുഷ്യനിലേക്കുള്ള വാതിൽ. ഈ പുസ്തകം എഴുതിക്കഴിഞ്ഞതിന് ശേഷം ഒരു കൂട്ടുകാരന് അയച്ചു കൊടുത്തിട്ട് അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നതിങ്ങനെയാണ്: ഈ പുസ്തകത്തിൽ നീ കാണുന്നതാണ് ഞാൻ. ഇതിനേക്കാളും ഒരിത്തിരി പോലും നീ എന്നെ പുകഴ്ത്തരുത്. മറ്റാരും പറയുന്നത് വിശ്വസിക്കരുത്. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത് മാത്രം വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ ഈ വലിയ വിശുദ്ധനിലേക്കുള്ള സത്യസന്ധമായ വാതിലാണ് ഈ ആത്മകഥ. 13 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. ലോക ക്ലാസിക്കുകൾക്കിടയിൽ പോലും സ്ഥാനം ലഭിച്ച ഒരു പുസ്തകം കൂടിയാണിത്. ഇതിൻ്റെ 1-ാം പുസ്തകത്തിൽ അഗസ്തീനോസ് ആവർത്തിച്ച് പറയുന്ന ഒരു വരിയുണ്ട്: ദൈവമേ, അങ്ങേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധം എൻ്റെ ഉള്ള് തീരെ ചെറുതാണ്. ഒരിത്തിരി പോലും സ്ഥലം അങ്ങേക്ക് ഇതിലില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. പിന്നീട് ഈ അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ 1-ാം പുസ്തകത്തിൽ എഴുതിയിരിക്കുക. അതിൽ വിശുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആദ്യ കാലങ്ങളിൽ ഞാനിങ്ങനെ പ്രണയാതുരമായ കവിതകളെ സ്നേഹിച്ചു, കഥാപാത്രങ്ങളെ സ്നേഹിച്ചു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കഥാപാത്രം റോമൻ കവിയായ വിർജിലിൻ്റെ ഏനയാസ് എന്ന കഥാപാത്രമാണ്. ഒരു സാഹസിക പുരുഷൻ. ഈ മനുഷ്യൻ്റെ യാത്രകളൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അതിനിടയിൽ അവനൊരു പ്രണയമുണ്ടായിരുന്നു. പുരാതന കാർത്തേജിലെ വിധവയായ ഡീഡോ എന്ന രാജ്ഞി. ഇവരുടെ പ്രണയത്തെ ഞാൻ സ്നേഹിച്ചു. ഒടുവിൽ ഏനയാസ് ഡീഡോയെ ഉപേക്ഷിച്ചപ്പോൾ ഡീഡോ ഒരു വാൾത്തലപ്പിൽ ആത്മഹത്യ ചെയ്തു. ഡീഡോയുടെ കണ്ണീരായിരുന്നു വലിയൊരു കാലം മുഴുവൻ എന്നെ കരയിപ്പിച്ചത്. അതിൻ്റെ അടുത്ത വരികളിൽ അഗസ്റ്റിൻ എഴുതുന്നത് ഇങ്ങനെയാണ്: അവളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ ഞാൻ, ദൈവമേ, നിന്നെക്കുറിച്ചോർത്ത് ഒരിത്തിരി പോലും ആദ്യകാലങ്ങളിൽ കരഞ്ഞില്ലല്ലോ. അത്രമാത്രം എൻ്റെ ഹൃദയം ചുരുങ്ങിയതായിരുന്നു. നമ്മളിന്ന് ഈ സ്വന്തം വരികളുടെ കണ്ണീരിൽ ചാലിച്ച 1-ാം പുസ്തകം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അഗസ്തീനോസ് പറയുന്നത് പോലെ മറ്റു പലതിനെയും സ്നേഹിച്ച പ്രണയിച്ച ഞാൻ, ദൈവമേ, നിന്നെ മാത്രം സ്നേഹിച്ചില്ലല്ലോ. ഈ ഒരു സങ്കടത്തിൽ നിന്നാവട്ടെ ഈ 1-ാം ദിവസം ആരംഭിക്കുക. നമുക്കിന്ന് ചിന്തിച്ചു തുടങ്ങാം. ഈ 9 ദിവസം ഈ വിശുദ്ധനിലൂടെയുള്ള യാത്ര തുടങ്ങുന്ന ഈ ആദ്യ ദിവസം പണത്തെയാണോ, പേരിനെയാണോ, പ്രശസ്തിയെയാണോ, ചില വ്യക്തികളെയാണോ ഒക്കെ ഞാൻ സ്നേഹിക്കുന്നത് എന്ന് ആത്മപരിശോധന ചെയ്യാം. അതുകൊണ്ടാണ് അഗസ്തീനോസ് പുണ്യവാളൻ പറയുക: ദൈവമേ, നിന്നിൽ എത്തിച്ചേരുന്നത് വരെ, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ഈ അസ്വസ്ഥതയിൽ നിന്നാണ് ദൈവമെന്ന സ്വസ്ഥതയിലേക്ക്
നമുക്ക് സഞ്ചരിച്ച് തുടങ്ങാൻ പറ്റുക. ഈ ഒരു അസ്വസ്ഥതയ്ക്ക് വേണ്ടി ഈ ഒന്നാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം.